കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം 8 മാസമായി ഇന്നത് വരെയും ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ഒരു വാക്സിനോ ഇഞ്ചക്ഷനോ അയൺ കാൽസ്യം ഗുളികകൾ പോലും അവർ കഴിച്ചിട്ടില്ല. ഇവർ ഹസ്ബൻഡ് അറിയാതെ വീട്ടിൽ പാലക്കാട് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവരൊരു ഡേറ്റ് ഇട്ട് കൊടുത്തു, ഫെബ്രുവരി 14, 15 എന്ന് പറഞ്ഞ് അവരൊരു ഡേറ്റ് ഇട്ട് കൊടുത്തതാണ്. ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാരും കൗൺസിലർ ഉൾപ്പെടെ ഉള്ളവർ അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം സംസാരിച്ചതിൽ പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. പോകണം, 100% അവർക്ക് ഹോസ്പിറ്റലിൽ പോകണം, ചികിത്സ തേടണം എന്നുള്ളത് അവർക്ക് ആഗ്രഹമാണ്. കാരണം അവരുടെ മുഖഭാവം കണ്ടിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കണം അവർക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം അയാൾ ഞങ്ങളോട് പറയാം. അതിനെ നമ്മൾ ലഘുവായിട്ട് കാണുന്നില്ല. ഞങ്ങൾ ആശാവർക്കറെ ഞാനുമൊക്കെ അതിനെ ലഘുവായിട്ട് വലിയ സീരിയസ് ആയിട്ട് കണ്ട് ആ കുട്ടിയെ ഞങ്ങൾ ടെൻഷൻ അടിപ്പിക്കുന്നു. വന്ന് ഞങ്ങൾ അവരെ ടെൻഷൻ അടിപ്പിച്ച് ഞങ്ങളായിട്ട് ആ കൊച്ചിന് എന്തെങ്കിലും വരുത്തുമെന്നാണ് അയാൾ പറഞ്ഞത്. 4ാമത്തെ കുഞ്ഞാണ്. 3ാമത്തെ കുഞ്ഞിനെ ഇവർ നെടുമങ്ങാട് താമസിക്കുന്ന സമയത്ത് ഇതുവരെ ക്രിട്ടിക്കലായി നാട്ടുകാരോ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയാണ് 3ാമത്തെ കുഞ്ഞിനെ ഡെലിവറി സിസേറിയനായിട്ട് എടുത്തത്.